يا مكة ما أطيبك بشجون همس الهادي. വി ലൈവ് ടുഗദർ വി ഡൈ ടുഗദർ. നമ്മൾ ഒന്നിച്ച് ജീവിക്കും, നാം ഒന്നിച്ച് മരിക്കുകയും ചെയ്യും. നിങ്ങളോട് ആരൊക്കെയാണോ യുദ്ധത്തിന് തയ്യാറാകുന്നത് അവരോടൊക്കെ നമ്മളും യുദ്ധം ചെയ്യും. നിങ്ങൾ ആരൊക്കെയാണോ സമാധാനം നമ്മൾ സമാധാനവും പാലിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇലൽ ഹബീബ് സീസൺ 2-ന്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോകൾ എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുകയും ഇതിലൂടെ നമ്മൾ കൈമാറുന്ന അറിവുകൾ കരഗതമാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജറയുമായി ബന്ധപ്പെട്ട് മദീനയിൽ നിന്ന് കുറച്ച് ആളുകൾ 75ഓളം ആളുകൾ മക്കയിലേക്ക് കടന്നു വരുന്ന 2ാമത്തെ അഖബ ഉടമ്പടി എന്നുള്ള ഒരു പ്രത്യേക വിഷയമാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ കൂടെ നമ്മുടെ ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുവാൻ വേണ്ടി ബഹുമാനനായ ഹാഫിൽ സഈദ് അലി വാഫി ഉസ്താദ് ഉണ്ട്. നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم أخرجنا من ظلمات الوهم وأكرمنا بنور الفهم وافتح علينا بمعرفة العلم وسهل أخلاقنا بالحلم واجعلنا ممن يستمعون القول فيتبعون أحسنه. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനായി മദീനയിൽ നിന്ന് 75ഓളം ആളുകൾ മക്കയിലേക്ക് വരുന്നുണ്ട്. 2ാം അഖബ ഉടമ്പടി എന്നാണ് അത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 1ാം അഖബ ഉടമ്പടി 12 ആളുകളായിരുന്നു. 2ാം അഖബ ഉടമ്പടി 75 ആളുകളാണ്. ഈ 75 ആളുകളും മുസ്ലിങ്ങളാണ്. പക്ഷെ ആ പ്രാവശ്യം മക്കയിലേക്ക് ഹജ്ജിനായി വന്നവര്, മദീനയിൽ നിന്ന് ഹജ്ജിനായി വന്നവര് 75 മാത്രമല്ല, അതിലേറെ ഉണ്ടാകും. ആ വന്നവരിൽ നിന്ന് 75 ആളുകളെ മുസ്ലിം ആയിട്ടുള്ളൂ. അതോടൊപ്പം മദീനയിൽ മുസ്ലിമായ 75 ആൾ മാത്രമല്ല, അതിലേറെ മുസ്ലിം ആയിട്ടുണ്ട്. അഥവാ മദീനയിൽ മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാവരും വന്നിട്ടില്ല, അവരിൽ നിന്ന് ചില ആളുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതോടൊപ്പം വന്നവരൊക്കെയും മുസ്ലിങ്ങളല്ല. ഈ 75 ആളുകൾ മാത്രമാണ് മുസ്ലിങ്ങള്. ബാക്കിയുള്ളവര് വന്നിട്ടില്ല. ആ സമയത്തും ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഈ 75 പേര് മാത്രമാണ് മുസ്ലിം ആയതെന്ന് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് പറഞ്ഞത്. ഒരു വർഷം കൊണ്ട് ഇത്രയും ആൾക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പക്ഷേ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് വ്യാപനം വളരെ പെട്ടെന്ന് വ്യാപിച്ചു എന്നുള്ളതായിരുന്നു. നേരെ മറിച്ച് 75 ആളെ വന്നിട്ടുണ്ട്. അവർ തെറ്റിദ്ധാനല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാരിഫൈ ചെയ്ത് തന്നെ പറഞ്ഞത്. ഇവരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വെച്ച് ഇരിക്കാമെന്ന് പറഞ്ഞു. മക്കയിൽ വെച്ച് ഇരിക്കാമെന്ന് പറഞ്ഞ ആ ഒരു സമയം, ആ ഒരു സ്ഥലം, അതിൻ്റെ സെലക്ഷനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ബുദ്ധിപൂർവ്വമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായിട്ട് അയ്യാമു തശ്രീഖിന്റെ അഥവാ ഹജ്ജിന്റെ അവസാന ദിവസമാണ് ഈ ഒരു സമയത്തിന് തെരഞ്ഞെടുത്തത്. ഒരു താഴ്വാരത്ത് അധികം ആളുകളൊന്നും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു താഴ്വാരത്താണ് അഖബ താഴ്വാരത്താണ് അവര് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത്. സമയം രാത്രി കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഉറങ്ങുന്ന സന്ദർഭത്തിലാണ്. ഇവിടെ ഹജ്ജിന്റെ അവസാന ദിവസം തിരഞ്ഞെടുത്തത് എന്തിനാന്ന് വെച്ചാല് ആ സമയത്ത് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് ക്ഷീണത്തിലായിരിക്കും. അധികം ആൾക്കാരും നല്ല ക്ഷീണിച്ചുറങ്ങുന്ന സന്ദർഭമായിരിക്കും. രണ്ടാമതായിട്ട് എന്തെങ്കിലും കാരണത്താൽ ഈ ഒരു കരാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് അവരുണ്ടാക്കുന്നത് മക്കക്കാരറിഞ്ഞാല് വലിയ പ്രശ്നമാവും. അപ്പൊ എന്തെങ്കിലും കാരണത്താൽ ഒരു പ്രശ്നമാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും അവരെന്തായിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും. അവർക്ക് ആക്ഷൻ എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോഴേക്കും ഇവരൊക്കെ തിരിച്ച് മദീനയിലേക്ക് തന്നെ പോയിട്ടുണ്ടാകും. ഇങ്ങനെ പറഞ്ഞു വരുന്നത് ഈ ഒരു സമയത്തിന്റെ, സ്ഥലത്തിന്റെ, ദിവസത്തിന്റെ ഒക്കെ സെലക്ഷനിൽ ഒരുപാട് സിറുകളുണ്ട്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തത്. പിന്നെ കൂടുതൽ ആളെയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൂട്ടിയിട്ടില്ല. കൂടെ കൂട്ടിയത് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. ആ സമയത്തും സത്യനിഷേധി തന്നെയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. പക്ഷെ ഒരു കുടുംബത്തിലെ നാഥൻ എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം അവരൊരു ബാധ്യതയായിട്ട് കണ്ടിരുന്നു. അത് ആവശ്യമാണ് എന്ന് കണ്ടിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകം താല്പര്യമെടുത്ത് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അവരോട് സംസാരിക്കാനായിട്ട് വന്നത്. രണ്ടാമതായിട്ടുണ്ടായിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ആണ്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പിന്നെ വഴിയിൽ നിർത്തി. എന്തെങ്കിലും അപകട സൂചനകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വഴിയിൽ ഏർപ്പെടുത്തി. ഈ ഒരു താഴ്വാരത്തിന്റെ തുടക്കത്തില് അലി റളിയല്ലാഹു തആല അൻഹുവിനെയും നിർത്തി. ഇങ്ങനെയൊക്കെ പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും പാഠങ്ങൾ നമുക്ക് നൽകി നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും അത് ഒട്ടകത്തെ കെട്ടിയിട്ട് തവക്കുലാക്കുക. അതാണ് നമ്മൾ പൊളിച്ചത്. അല്ലാതെ നമ്മൾ തോന്നിയത് എന്തെങ്കിലും ചെയ്തിട്ട് അള്ളാഹുവിനോട് പറയാ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇവിടെ മാത്രമല്ല, തുടർന്നുള്ള ചരിത്രത്തിൽ നമുക്ക് ഇതിന്റെ ഒക്കെ വലിയ വേർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഇങ്ങനെ ഒരുപാട് പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിക്കാനായിട്ട് പദ്ധതി തയ്യാറാക്കി. അങ്ങനെ ആ ഒരു ദിവസം അവര് സംസാരിക്കാൻ തയ്യാറായി. അവര് പിന്നെ 75 ആളുകളാണെന്ന് പറഞ്ഞല്ലോ. ഈ 75 ആള് 2 ആള് സ്ത്രീകളായിരുന്നു, ബാക്കി 73 ആളുകളും പുരുഷന്മാരായിരുന്നു. അങ്ങനെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ പറഞ്ഞ സ്ഥലത്തെത്തി. അങ്ങനെ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബാണ് സംസാരിച്ച് തുടങ്ങുന്നത്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, യാ മാഷർ അൽ ഖസ്റജ് ഇന്ന മുഹമ്മദ്. ഇവിടെ ഖസ്റജ് എന്ന് പറഞ്ഞത് ഖസ്റജ് മാത്രമാണ് തെറ്റിദ്ധരിക്കരുത്. ഖസ്റജും ഔസും 2 ഗോത്രം കൂടി ഒന്നിച്ചാണ് വന്നത്. പക്ഷെ മക്കക്കാരെ ഖസ്റജികൾ എന്ന് പറയായിരുന്നു. കാരണം അവിടെ പ്രബലമായിട്ടുള്ള ഗോത്രം അതാണ്. അപ്പൊ ഖസ്റജ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചെറിയ ഗോത്രമായിട്ടുള്ള ഔസും കൂടിയും അതിൽ ഉൾക്കൊള്ളും. അല്ലാതെ ഇത് ഖസ്റജ് മാത്രമാണ് വന്നത് തെറ്റിദ്ധരിക്കരുത്. ഖസ്റജ് യാ മാഷറൽ അഹ്ലുൽ മദീന എന്ന് പറയുന്ന ഒരു സ്ഥാനത്താണ് വരുന്നത്. യാ മാഷറൽ ഖസ്റജ്, ഖസ്റജ് ഗോത്രമേ, ഇന്ന മുഹമ്മദ് മിന്ന ഹൈസു ഖദ് അലിംതും. അഥവാ നമ്മൾ അറബി ഇങ്ങനെ ഒരുപാട് വായിച്ച് അതിന്റെ സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ പറഞ്ഞതിന്റെ ആശയം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ സുരക്ഷിതനാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ആക്ച്വലി അങ്ങനല്ല. അത് പല കാരണത്താൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അങ്ങനെ പറയേണ്ടി വരികയാണ് ചെയ്യുന്നത്. ആ ഒരു ഗോത്രത്തിന്റെ അങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇങ്ങനത്തെ ആമുഖമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അഥവാ അതിന്റെ രത്ന ചുരുക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ സംരക്ഷിക്കണം, എല്ലാ അർത്ഥത്തിലും നിങ്ങൾ സംരക്ഷിക്കണം, നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കൊണ്ടുപോകേണ്ടതുള്ളൂ, അല്ലെങ്കിൽ കൊണ്ടുപോകേണ്ടതില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പം പിന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന കഅബ് റളിയല്ലാഹു തആല അൻഹു, കഅബ് ഇബ്നു മാലിക്, അത് നമ്മൾ മനസ്സിലാക്കണം. കഅബ് ഇബ്നു മാലിക് തബൂക്ക് യുദ്ധത്തിൽ പോകാൻ കുറച്ച് സമയം പിന്തി. അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായി. ആ ചരിത്രമൊക്കെ അറിയുന്നവർക്ക് അറിയാമായിരിക്കും. അതെ, ആ ആയത്ത് ഇറങ്ങാനൊക്കെ കാരണമായിട്ടുള്ള കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖദ് സമഅനാ മാ ഖുൽത്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അവരോട് പറയാണ്, നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടു. ഫതകല്ലം യാ റസൂലല്ലാഹ് ഫഖുദ് ലിനഫ്സിക വറബ്ബിക മാ അഹ്ബബ്ത്. പ്രവാചകരെ, അങ്ങ് സംസാരിക്കൂ. അങ്ങ് ഞങ്ങളിൽ നിന്ന് എന്താണോ അങ്ങേക്ക് വേണ്ടത് അങ്ങ് അത് സ്വീകരിച്ചോളൂ. അങ്ങും അള്ളാഹുവും എന്താണോ താല്പര്യപ്പെടുന്നത് അത് സ്വീകരിച്ചതു. അതിനൊക്കെ ഞങ്ങൾ തയ്യാറാണ് എന്ന് ആര് പറഞ്ഞു? കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഫതകല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവരോട് സംസാരിച്ചു. അവർക്ക് ഫതൽ ഖുർആൻ ഓതി കൊടുത്തു. അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. ഇസ്ലാമിന്റെ ബാലപാഠങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഇങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉബായിഉകും അലാ അൻ തംനഊനനി മിമ്മ തംനഊന മിൻകു നിസാഅകും അബ്നാഅകും. നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഭാര്യമാരെയും വീട്ടുകാരെയും ഒക്കെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതുപോലെ നിങ്ങൾ എന്നെ സംരക്ഷിക്കുമെന്ന അവസ്ഥയിൽ, ആ ഒരു കണ്ടീഷനിൽ ഞാൻ നിങ്ങളോട് കരാറ് ചെയ്യാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് കഅബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവരാണ് ഈ ഹദീസ് ഉദ്ധരിക്കുക. ആദ്യമായിട്ട് ബർറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ച്, ആദ്യമായിട്ട് അവരാണ് കൈപിടിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഒരു കരാറ് ചെയ്തു. എന്നിട്ട് പറയാണ്, വഖാലന ബർറാ ഇബ്നു മഅറൂർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഫവല്ലദി ബഅസക ബിൽ ഹഖ് ലനംനഅന്നക മിമ്മാ നംനഉ ഉസ്റന. അഥവാ ഞങ്ങളുടെ കുടുംബക്കാരെയും, പിന്നെ മറ്റൊരർത്ഥം ഞങ്ങളുടെ അഭിമാനം, അവരഭിമാനത്തിന് വേണ്ടി മരിക്കാനും തയ്യാറാവുന്നവരാണ്. ഞങ്ങൾ അഭിമാനം അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബക്കാരെ, ഏതായാലും ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും താങ്കളെ സംരക്ഷിക്കാൻ തയ്യാറാണ് എന്ന് ഓൺ ദി സ്പോട്ടിൽ ബർറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും ആദ്യമായിട്ട് ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയാണ് അതുണ്ടാകുന്നത്. ഒന്നാമത്തെ ബൈഅത്തിൽ, ഒന്നാം അഖബ ഉടമ്പടിയും ഇതും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ഒന്നാം അഖബ ഉടമ്പടിയിൽ പിന്നെ കേവലം ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ മാത്രമാണ് പറഞ്ഞു കൊടുത്തത്. അതാണ് ബൈഅത്തുൻ നിസാ എന്നറിയപ്പെടുന്നത്. ഇതിന് ബൈഅത്തുൽ ഹർബ്. ആവശ്യമാകുന്ന സന്ദർഭത്തിൽ ഡിഫൻസ്, ഒഫൻസ് ഇല്ല, ഡിഫൻസ് ആവശ്യമാകുന്ന സന്ദർഭത്തിൽ
സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാകും എന്ന ഒരു ക്ലോസും കൂടി രണ്ടാം അഖബ ഉടമ്പടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബക്കാരെ അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുന്നത് പോലെ നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവര് കരാറ് ചെയ്തു. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അബുൽ ഹൈസം ഇബ്നു തിഹാനി എന്നൊരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പറയാണ്, ഞങ്ങളും ഞങ്ങളുടെ കൂടെയുള്ള യഹൂദികളും തമ്മിൽ ചില കരാറുണ്ട്. താങ്കളോട് കരാർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ കരാർ മുഴുവനും അസാധുവാകും. പിന്നെ വിജയിച്ചതിന് ശേഷം താങ്കൾ മടങ്ങി പോകില്ലല്ലോ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ച് പറഞ്ഞൊരു മറുപടി വല്ലാത്തൊരു മറുപടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم قال بل الدم الدم والهدم الهدم انا منكم وانتم مني احارب من حاربتم واسالم من سالمتم بل الدم الدم والهدم الهدم. അതിപ്പോ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് പിന്നെ വി ലൈവ് ടുഗദർ വി ഡൈ ടുഗദർ, നമ്മൾ ഒന്നിച്ച് ജീവിക്കും നാം ഒന്നിച്ച് മരിക്കുകയും ചെയ്തു. വല്ലാത്തൊരു വാക്കാണ് അത്. ഒന്നിച്ച് ജീവിക്കുകയും നമ്മൾ ഒന്നിച്ച് മരിക്കുകയും ചെയ്തു. ഇനി മുതൽ അങ്ങനെയാണ്. ഉഹാരിബു മൻ ഹാറബ്തും, നിങ്ങളോട് ആരൊക്കെയാണോ യുദ്ധത്തിന് തയ്യാറാകുന്നത് അവരോടൊക്കെ നമ്മളും യുദ്ധം ചെയ്യും. ഓ സാലിമു മൻ സാലംതും, നിങ്ങൾ ആരൊക്കെയാണോ സമാധാന സന്ധിയിലുള്ളത് അവരോടൊക്കെ നമ്മൾ സമാധാനവും പാലിക്കുന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലുടനീളം ഈ ഒരു കരാറും മുറപോലെ പാലിച്ചിട്ടുമുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. ഇങ്ങനെയൊക്കെ അവര് എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ തയ്യാറായത് കൊണ്ടാണ് പിന്നെ ഒരു ഹദീത്ത് ഉണ്ട്, ഹുബ്ബുൽ അൻസാരി ആയത്തുൽ ഈമാൻ വബുഗ്ദുൽ അൻസാരി ആയത്തുൽ മുനാഫിഖ്. ഈ ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കുന്നവരാണ് ഈ ഹദീത്തിന്റെ ഒക്കെ അർത്ഥം നമുക്ക് ശരിക്കും ബോധ്യപ്പെടുക. കാരണം മക്കയിലാണ് ജനിച്ചത്, എന്നിട്ട് മക്കാർ അതിന് തയ്യാറായിട്ടില്ല. എന്നാലാണെങ്കിലോ മദീനയിലെ കേവലം ഒരു വർഷത്തെ പ്രബോധന പ്രവർത്തനം മുഖേന എല്ലാം നൽകി സംരക്ഷിക്കാൻ മദീനക്കാർ തയ്യാറാവുകയും ചെയ്യാണ്. അതുകൊണ്ടാണ് അവരെ സ്നേഹിക്കുന്നത് ഈമാനിന്റെ ഭാഗമാണ് എന്ന്, അതിന്റെ ഒരു അടയാളാണെന്ന് പറയുന്നത്. അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നത് നിഫാഖിന്റെ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രയും ക്രിട്ടിക്കൽ സന്ദർഭത്തിൽ എല്ലാ സപ്പോർട്ടും നൽകി സംരക്ഷിച്ചവരാണ് അൻസാരികൾ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു കരാറൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പിന്നെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒക്കെ കൂടി നമ്മളിപ്പോ വിശദീകരിച്ച് പറയേണ്ടതില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഒരു കരാറ് കഴിഞ്ഞതിന് ശേഷം അഖബയിൽ വെച്ചിട്ട് ഷെയ്ത്താന്, ഹദീത്തുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഷെയ്ത്താന് ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. കാരണം ഷെയ്ത്താൻ ഇത് എന്താ പറയുക ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അവർക്കറിയാം ഈ ഒരു കരാർ മുഖേന ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. മറ്റൊരു ദിശയിലേക്ക് ഇസ്ലാം മാറുകയാണ്, ഇസ്ലാം അതിജയിക്കാൻ പോവുകയാണ്. അത് സഹിക്കാൻ പറ്റാതെ അവിടെ നിന്ന് ഒരു ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ ഷെയ്ത്താൻ എന്ന് പറയുന്നത് മറിഞ്ഞിരിക്കുന്നത് നമ്മൾ അങ്ങനെ കാണാൻ സാധിക്കൂല. എന്നാലാണെങ്കിൽ ചില സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബദർ യുദ്ധ സന്ദർഭത്തിൽ ഷെയ്ത്താൻ പറയുന്നുണ്ട്, ഫലമ്മാ തറാഅത്തിൽ ഫിഅതാനി നഖസ അലാ അഖബിഹി വഖാല ഇന്നി ബരീഉം മിൻകും ഇന്നി അറാ മാ ലാ തറൗന ഇന്നി അഖാഫുല്ലാഹ്. അതെന്താ സംഭവം എന്ന് വെച്ചാല് മലക്കുകൾ എന്താ അവര് ശരിക്കും ഒരു മനുഷ്യ രൂപത്തിൽ അവിടെ വന്ന് എല്ലാ അർത്ഥത്തിലും ഹെൽപ്പ് ചെയ്യാണ്. പിന്നെ മലക്കുകൾ ഇറങ്ങി വന്നത് ഷെയ്ത്താന് കാണാൻ സാധിച്ചിട്ടുണ്ട്, മറ്റവർക്കൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോ ഒരു മറഞ്ഞിരിക്കുന്ന ലോകത്ത് നിന്ന് ചില സന്ദർഭത്തിൽ പുറത്തേക്ക് വരാറുണ്ട്. ആ ഒരു സാഹചര്യമാണ്, അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ വന്നത്. എന്നിട്ട് പിന്നെ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യാ അഹ്ലൽ ജബാബിബ്, യാ അഹ്ലൽ ജബാബ് എന്ന് പറഞ്ഞാല് വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നവര്, ഹല്ലക്കും ഫീ മുദമ്മമിൻ വസ്സുബാതു മഅഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീങ്ങള് മുഹമ്മദ് ആണല്ലോ, അത് പിന്നെ വെറുപ്പിന്റെ സന്ദർഭത്തിൽ അവര് മുദമ്മം എന്നാണ് പറയുന്നത്. ആക്ഷേപിക്കുന്നത് നമ്മള് പറയാൻ പാടില്ല, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. മുദമ്മം എന്നാണ് പറഞ്ഞിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പറയുന്നുണ്ട്, എന്നെ അള്ളാഹു അതുകൊണ്ട് സംരക്ഷിച്ചു, കാരണം ഞാനും മുഹമ്മദാണ്. അവരാക്ഷേപിക്കുന്നത് മുഴുവനും മുദമ്മമിനാണ്. ഇവിടെ നോക്ക്, മുദമ്മം കൂടി എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ മുദമ്മമും പിന്നെ അതേപോലെ തന്നെ അവരുടെ കൂടെ മതം മാറിയ പുതിയ ആൾക്കാരൊക്കെ ചേർന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നാ പറയുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദാണ്, അവര് കുറ്റം പറയുന്നത് മുഴുവനും മുദമ്മമിനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഷെയ്ത്താന് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ അവർ ഇതാ ഒന്നിച്ചിരിക്കുന്നു എന്ന് ഷെയ്ത്താൻ അവിടെ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഹാദാ അസബ്ബുൽ അഖബ, അഖബ
അസബ് എന്ന് പറഞ്ഞാൽ ആ ഷെയ്ത്താന്റെ പേരാണ്. ഓരോരുത്തർക്കും ഓരോ പേരുണ്ടാവില്ല. ഹദീസിൽ അങ്ങനെയാണ്, ഹദീസ് ശരകളിൽ അങ്ങനെയാണുള്ളത്. ആ ഒരു അസബ് ഷെയ്ത്താന്റെ പേര്, ആ അസബുൽ ആഖബ, ആ അസബ് എന്ന പേരുള്ള ഷെയ്ത്താൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അദുവല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രു ശരിക്ക് ശ്രദ്ധിച്ചോ. അമാ വല്ലാഹി ല അഫ്റുഗന്ന ലക, ഒരു ദിവസം ഞാൻ നിന്നോട് യുദ്ധം ചെയ്യുന്നുള്ള അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞ് പിന്നീട് ഇർഫഉ ഇലാ റിഹാലിക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വഭവനങ്ങളിലേക്ക് അഥവാ നിങ്ങളുടെ ടെന്റിലേക്ക് തന്നെ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അവരെ അവരുടെ സ്വന്തം വീട്ടിലേക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് രണ്ടാം അഖബ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവരാണ് ശരിക്കും ഇസ്ലാമിന്റെ എന്താ പറയുക ഒരു ടേണിംഗ് പോയിന്റിന് പിന്നെ വലിയ അർത്ഥത്തിൽ പ്രധാനമായി കാരണമായിട്ടുള്ളത്. ഇവർ തന്നെ ഈ പിന്നീടുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ മനസ്സിലാക്കുന്നത് ഇവരെല്ലാ സന്ദർഭത്തിലും ഈ 73 ആളുകളും 75 ആളുകളും എല്ലാ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവരിൽ തന്നെ സീറ ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും 70ഓളം ആളുകൾ ബദർ യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ബദർ അഹ്ലു ബദറാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫുൾ സപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്നവരാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ഉണ്ടാകുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട അഖബ, രണ്ടാമത്തെ അഖബ ഉടമ്പടി. നമ്മൾ ഒന്നാമത്തിനെ കുറിച്ച് ചർച്ച ചെയ്തു. അതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് കുറച്ച് ആളുകൾ, വളരെ കുറഞ്ഞ ആളുകൾ വന്ന ഒരു ചരിത്ര സംഭവം നമ്മൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് അഖബ ഉടമ്പടി, രണ്ടാമത്തെ അഖബ ഉടമ്പടിയെ കുറിച്ചാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ചില കാര്യങ്ങളോടും ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും എപ്പിസോഡിൽ മറക്കാതെ കാണുക, ശ്രദ്ധിച്ച് കേൾക്കുക. അള്ളാഹു നാഫിയായ ഇൽമ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇലൽ ഹബീബ് സീസൺ 2 അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. صعب أن تهجر ما سكنا في القلب فذاك جحيم عنا لكن سيهون إذا سكبت في قلبك الله معنا وهنا يكون التغيير حلم يبدأه مسير في ظل الهم الأكبر ما يعظم سيكون صغير وهنا يكون التغيير حلم